എന്താണ് ഇതിന്റെ ഒരു സാധ്യത എന്ന് മനസ്സിലാക്കിയാൽ ഇത് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാൻ ഇതിന് കഴിയും. ഇതിന്റെ ഒരു സാധ്യതയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. റൈറ്റ്. आज आरसीएम बिजनेस में जितने भी बड़े लीडर्स हैं, हम केरला की बात करें, हम स्पेशली मिस्टर सुजीत की बात करें, तो उन्होंने हमारे एक पुराने साथी मिस्टर जयप्रसाद की हम बातचीत करें, उन्होंने आरसीएम बिजनेस को एक विजन के साथ में शुरू किया था। जब पूरे केरला में कोई पिकअप सेंटर नहीं था, बेंगलोर से प्रोडक्ट यहाँ पे लेके आया जाता था, उनके पास में क्या था? उनके पास में पैसा नहीं था, उनके पास में सिर्फ एक चीज थी, विजन थी कि इस प्रकार का प्रोडक्ट है तो ये केरला में ग्रो करेगा, और उसी विजन की वजह से आज केरला हिंदुस्तान का सबसे ज्यादा बिजनेस करने वाला स्टेट बन गया है। सो सेम वे आज जो लोग काम कर रहे हैं, आपके पास में रिजल्ट नहीं है, आज आपको बहुत सारा नॉलेज भी नहीं हो सकता है, लेकिन अगर आपके पास में एक विजन है, एक दूरदृष्टि अगर बन जाती है कि आने वाले 10 साल के बाद में 2032 में आरसीएम बिजनेस कहां हो सकता है केरला में, आप कहां पे पहुंच सकते हैं इस बिजनेस के साथ में, वो सोच आपसे बहुत बड़ा काम करवा सकती है। यस सर. നമ്മൾ കേരളത്തിലെ ആളുകളെ കുറിച്ച് പറഞ്ഞാൽ ഈ ബിസിനസിന്റെ ഒരു സാധ്യത പറയുമ്പോൾ കേരളത്തിൽ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഉള്ള ധാരാളം ആളുകൾ ഇന്ന് വലിയ ലീഡർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സുജിത് സാറ്, അതുപോലെ തുടക്കത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന KM ജയപ്രസാദ് സാറ്, അവരൊക്കെ ഇതിനെ ഏറ്റെടുത്തത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ട് ആണ്. അന്ന് കാണാൻ പോലും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഒന്നും പറഞ്ഞു കൊടുക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും ഇത് ഭാവിയിൽ ഇങ്ങനെ ആകുമെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുകൊണ്ടാണ് അവരങ്ങനെ അതിനെ ഏറ്റെടുത്തത്. അതുപോലെ തന്നെ ഇന്ന് പുതിയ വരുന്ന ആളുകളെ സംബന്ധിച്ചും അത്തരത്തിൽ ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കി അവർക്ക് ഇതിനകത്ത് ഉറച്ചു നിൽക്കാൻ കഴിയുകയാണെങ്കിൽ എവിടം വരെ എത്താൻ കഴിയും. ഇന്ന് നമ്മൾ നോക്കൂ, എത്ര വലിയ രീതിയിൽ ഇത് വളർന്നിരിക്കുന്നു, എത്ര ആളുകളുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ ഇത് സഹായിച്ചിരിക്കുന്നു. അതിന് കാരണം ഇത് ഏറ്റെടുത്ത ആളുകളുടെ വിഷനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിലേക്ക് വരുന്ന തുടക്കക്കാരായ ആളുകളെ സംബന്ധിച്ച് ഇതിന്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. റൈറ്റ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് വിഷൻ. A vision is the mental picture of the future. भविष्य में आपको क्या मिलेगा उसकी एक मानसिक जो चित्र है उसको हम लोग विजन कहते हैं. Yes sir. അപ്പോൾ എന്താണ് വിഷൻ? നമ്മൾ വിഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ആ വിഷൻ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഭാവിയിൽ എന്തായി തീരുമെന്ന് നമുക്ക് മനസ്സിൽ കാണാൻ കഴിയുക, അതിനെയാണ് നമ്മൾ വിഷൻ എന്ന് പറയുക. സർ, if you talk about direct selling, and I am taking this definition of direct selling from our Consumer Protection Act 2019. So many people are confused about the direct selling rules. We will discuss on the particular that subject also. But according to our new act, what is the definition of direct selling? It is in front of you. Direct selling means marketing, distribution and sale of goods or provision of services through a network of sellers other than through a permanent retail location. So this is the definition, and definition is very clear, and according to this the definition RCM is working. Yes sir. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ചും വ്യക്തമായ ഒരു ധാരണയില്ല. ഡയറക്റ്റ് സെല്ലിംഗിന്റെ ഡെഫിനിഷൻ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ള ഡെഫിനിഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കാരണം പലർക്കും ഇതിനെ സംബന്ധിച്ച് ധാരണയില്ല, തെറ്റിദ്ധാരണ ഉണ്ട് താനും. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ പ്രൊവിഷൻ ഓഫ് സർവീസ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ സാധനം സെല്ല് ചെയ്യുന്നതിനുള്ള ഒരു ധാരാളം നെറ്റ്വർക്കുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളോ സർവീസുകളോ മാർക്കറ്റ് ചെയ്യുക, അതിനെയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് പെർമനന്റ് ആയിട്ടൊരു ഔട്ട്ലെറ്റ് വേണമെന്നില്ല.
അപ്പോൾ അതായത് പെർമനന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കൂടെ മാത്രമല്ലാതെ ഈ സെല്ലേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സ്, അതാണ് ഇതിനകത്ത് പ്രധാനം. അങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ ഒരു നെറ്റ്വർക്കിലൂടെ ഇത് ചെയ്യുന്നതിനെയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നതാണ് ഇതിന്റെ നിർവചനം. സർ. And if you talk about direct selling, there are two types of direct selling. One is single level direct selling. जो door to door direct selling होती है, that is include that is coming in this area. और multi level direct selling means we are making network, we are making layer of people, and उसके बाद में हम लोग product को sell करते हैं. So today we are talking about multi level direct selling. Yes sir. അങ്ങനെ ഡയറക്ട് സെല്ലിംഗിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്. സിംഗിൾ ലെവൽ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അതിനിടയ്ക്ക് വേറെ ആരുമില്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് പല ആളുകളിലൂടെയാണ് ഉപഭോക്താവിലേക്ക് എത്തുന്നത്, അതിനിടയ്ക്ക് ഈ പറയുന്ന സെല്ലേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മൾട്ടി ലെവലിനെ കുറിച്ചാണ്. Yeah. So the very important word is India. Vision of direct selling in India. इंडिया में डायरेक्ट सेलिंग का भविष्य क्या हो सकता है? वी आर इन 2022. 2042 में क्या हो सकता है वो मैं आपको दिखाने का प्रयास करूंगा. यस सर. അപ്പോൾ നമ്മൾ വിഷനെ കുറിച്ചാണ് പറയുന്നത്. വിഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗിന്റെ സാധ്യത വിഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? So there are some points, there are some logics. According to me, India is an ideal country for direct selling, and the first reason is 140 crore population. When I made this presentation, India's population was 138 crore. Now 2 crore increases. So it is motivating me कि 2 करोड़ बढ़ गए अभी थोड़े से टाइम के बाद में. So and direct selling is business of people. जहां लोग इतने ज्यादा हैं, इंडिया का एक प्रॉब्लम हम मानते हैं, हमारा जो पॉपुलेशन है, इट इज ए प्रॉब्लम फॉर इंडिया, बट इट इज वे ऑफ लुकिंग. अगर हम उस एटीट्यूड से देखेंगे, इट इज एन अपॉर्चुनिटी फॉर एवरी डायरेक्ट सेलर स्पेशली. सो डायरेक्ट सेलिंग लोगों का बिजनेस है. वेरी सिंपल चीज कि जहां लोग ज्यादा होंगे वहां पे ये काम ज्यादा होगा, वहां कंजम्पशन ज्यादा होगा. सो ये जो एक बड़ा कारण है जो ये बता रहा है कि दुनिया में 200 के लगभग देश हैं, लेकिन उनमें डायरेक्ट सेलिंग के लिए एक आइडियल कंट्री अगर हम लोग देखें तो वो इंडिया आता है, बिकॉज आवर पॉपुलेशन इज 168 करोड़. एंड डाटाज ये बता रहे हैं कि मिनिमम 150 करोड़ तो हम पहुंचेंगे. उसके बाद में आज गवर्नमेंट कोई नियम लेके आती है ना, उसके बावजूद भी 150 करोड़ तो हमें पहुंचना ही पहुंचना है. यस सर. താങ്ക് യു സർ. ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ, ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണക്കിലെടുക്കേണ്ടത് പോപ്പുലേഷനാണ്. ഈ സ്ലൈഡ് ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയിലെ ജനസംഖ്യ 138 കോടിയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 140 എന്ന് പറഞ്ഞാൽ 2 കോടി ആളുകൾ ഇന്ത്യയിൽ കൂടുതലായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോപ്പുലേഷൻ വർദ്ധിച്ചു എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്ക് വളരെ ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ്. എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കൂടുന്നു, നമ്മുടെ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ആളുകളാണ്. ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റിയാണ്. ഏതാണ്ട് 100-200ഓളം രാജ്യങ്ങൾ ലോകത്തുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഡയറക്ട് സെല്ലിങ്ങിന് ഏറ്റവും അനുകൂലമായ രാജ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രഥമ പരിഗണനയിൽ വരുന്നതാണ് ഇന്ത്യ. കാരണം അത്രയും വലിയൊരു പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. ഇതിന്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണെങ്കിലും ഒരു 100-150 കോടിയിലേക്ക് എങ്കിലും ഒക്കെ ഗവൺമെന്റ് ഏത് തരത്തിലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നാലും ഒരു 150 കോടിയിലേക്ക് എങ്കിലും ഒക്കെ ജനസംഖ്യ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സർ. The second point is youngest nation. दुनिया की सबसे युवा आबादी हमारे देश में रहती है. हमारे देश की जो एवरेज एज है, इट इज 29 years. एवरेज एज ऑफ ए इंडियन पर्सन. सो एंड इट इज यंगेस्ट एज. और अकॉर्डिंग टू डाटा, अकॉर्डिंग टू रिसर्च, 2055 तक हम लोग दुनिया का सबसे यंग नेशन हम लोग रहने वाले हैं. सो आगामी जो 28 years हैं, वो 28 ईयर भी हम लोग यंगेस्ट नेशन हम लोग रहने वाले हैं.
सो यंग जो लोग होते हैं उनके सपने होते हैं, वो जिंदगी में कुछ करना चाहते हैं, वो लग्जरी गाड़ी उनको चाहिए, अच्छा लाइफस्टाइल उनको चाहिए। सो जहां पे ज्यादा यंग पॉपुलेशन होगी वो जो कंट्री है वो डायरेक्ट सेलिंग के लिए बहुत आइडियल है। सो दैट्स वाई यंग जनरेशन हमारे देश में बहुत ज्यादा है, एंड इन केरला मैनी यंग पीपल आर कमिंग, दे आर अचीविंग, दे आर गोइंग टेक्निकल वेरी फास्ट। सो यंगेस्ट नेशन होने के नाते हम दुनिया का आइडियल कंट्री है। यस सर। രണ്ടാമത്തെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ നാട് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ആവറേജ് വയസ്സ് എന്ന് പറയുന്നത്, ഇന്ത്യക്കാരുടെ ആവറേജ് വയസ്സ് എന്ന് പറയുന്നത് 29 അത്രേ. ഏറ്റവും ചെറുപ്പക്കാര് ധാരാളമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തില് വളരെ ചെറുപ്പക്കാരായ ആളുകൾ ആർട്സിൽ വരികയും വളരെ ഫാസ്റ്റ് ആയിട്ട് ടെക്നിക്കൽ ലെവലിലേക്കൊക്കെ വരികയും ചെയ്യുന്ന അനുഭവം നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ള ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കൂടുതലുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ഈ തരത്തിലും വലിയ ഒരു സാധ്യതയുണ്ട് സർ. When I started in Kerala, so Mr. Srijit was there. He was a very young guy, very हम उसको प्यार से हम पंजाबी कुड़ी कहते थे, वेरी स्मार्ट गाय, और ही वॉज यंग एनर्जेटिक. सो आज वो एक बहुत अच्छे लेवल को उन्होंने अचीव किया, एंड वन स्टार पर्ल अचीवर में मिला उनको. अभी पिछले दिनों वी वर इन जिम कॉर्बेट. सो उन्होंने बहुत कम एज में स्टार पर्ल, फास्टेस्ट स्टार पर्ल बने हैं. मूर्ति जी उनको नाम मेंशन करेंगे. सो जो यंग पॉपुलेशन है वो बहुत तेजी के साथ में डायरेक्ट सेलिंग में काम कर सकती है, और जब आप लिस्ट बनाएं उस लिस्ट में जो यंग पॉपुलेशन है उसको आप जरूर रखिए, उसको अपने हॉट लिस्ट में लेके आइए और उनको आप प्रयास कीजिए बिजनेस में लाने का. यस सर. കേരളത്തിൽ ആർട്സ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ആർട്സ് അസോസിയേറ്റ് ചെയ്ത വളരെ ചെറുപ്പക്കാരനായ ഒരാൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ് ശ്രീജിത്ത് സാർ. എന്ന് അദ്ദേഹം ആർട്സിൽ വലിയ ഉയർന്ന ഒരു പൊസിഷനിലാണ്, സ്റ്റാർ അംബ്രാളിലാണ്. അപ്പൊ ഇത്രയും ചെറുപ്പക്കാരായ ആളുകൾ ആർട്സിൽ വരികയും സക്സസ് ആകുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയാം അക്ഷയ് കുമാർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സ്റ്റാർ പേൾ പൊസിഷനിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂട്രിചാർജിന്റെ ടൂർ പ്രോഗ്രാമിൽ ജിം കോർബറ്റില് ഡയമണ്ട് സുരേന്ദ്ര സാറിനോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഓർക്കുന്നത്. അപ്പോൾ അത്രയും വളരെ ചെറുപ്പക്കാരായ ആളുകൾ ആർട്സിൽ വരികയും സക്സസ് ആകുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന ചെറുപ്പക്കാരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് നമുക്കൊരു കോൺഫിഡൻസ് തരും. അതുകൊണ്ട് ചെറുപ്പക്കാരായ വിദ്യാഭ്യാസമുള്ള ആളുകളെ ആർട്സിന്റെ സാധ്യത പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. The third point is 54% unemployment population. I will see you some data. You can see population and percentage of employment of some countries. You can see US population is 33 crore and 71.4% people have employment there. Same way you can see Russia, Brazil, China, and in India we are now more than 140 crore and only 46.3% people have employment. Yeah. അൺഎംപ്ലോയ്മെന്റ് അത് വലിയൊരു പ്രശ്നമാണ്. ഇന്ത്യയിൽ 54% ആളുകളും തൊഴിലില്ലാത്തവരാണ്, തൊഴിൽ അന്വേഷിക്കുന്നവരാണ്. അപ്പോ ലോകത്തിലുള്ള ഇതിന്റെ ഒരു കണക്ക് നോക്കിയാൽ, അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ കണക്ക് വെച്ച് നോക്കിയാൽ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം അമേരിക്ക, റഷ്യ, ബ്രസീൽ, ചൈന, ഇന്ത്യ, ഇവിടെയൊക്കെ ജനസംഖ്യ ആനുപാതികമായിട്ട് നോക്കുമ്പോൾ തൊഴിലുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇന്ത്യയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ഇന്ത്യയിൽ 46.3% ആളുകൾക്ക് മാത്രമേ തൊഴിലുള്ളൂ. അതുകൊണ്ടാണ് ബാക്കി 54% ആളുകളും തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഈ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. ഇതിന്റെ വിഷൻ നമുക്ക് എന്താ പറയാ, വരും കാലങ്ങളിൽ ഇതിനുള്ള സാധ്യത എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സർ. सो ये जो 50% जो पॉपुलेशन है, ये लोग काम करना चाहते हैं, इनके पास में डिग्रियां हैं, इनके अंदर में कुछ करने की इच्छा है, बट हमारे एजुकेशन सिस्टम ने इनको ऐसा बना दिया है कि दे वांट जॉब, वो नौकरी चाहते हैं. इंडिया जैसे एक डेवलपिंग कंट्री में जहाँ बहुत सारे बिजनेस की अपॉर्चुनिटीज है, दे पीपल आर they want to a secure job,
कोविड ने हमें बताया कि सिक्योर जॉब जैसी कोई चीज नहीं है, बट बिकॉज ऑफ एजुकेशन सिस्टम दे स्टिल वांट ए जॉब। और वो अभी एक गवर्नमेंट को वोट देते हैं कि वो जॉब देगी, अगली गवर्नमेंट बोलती कि नहीं इस गवर्नमेंट ने जॉब नहीं दिया, हम आपको जॉब देने वाले हैं, तो फिर वो दूसरी गवर्नमेंट को लेके आते हैं, लेकिन जॉब कहीं से मिलने वाला नहीं है। द मेन पॉइंट इज ये जो 54% पॉपुलेशन है, इसको अगर हम लोग कन्विंस करेंगे, हम बताएंगे कि जॉब से बढ़िया विकल्प है आरसीएम बिजनेस, एक अल्टीमेट पैकेज है आरसीएम बिजनेस, अगर हम इनको कन्विंस कर देंगे, ये 50% पॉपुलेशन हमारे साथ में आरसीएम बिजनेस करने के लिए तैयार है। ഈ 54% वेरी गुड ऑफ रॉ मटेरियल। ഈ 54% ആളുകൾ വിദ്യാഭ്യാസമുള്ളവരും ജോലി ചെയ്യാൻ തയ്യാറുള്ളവരും ജോലി അന്വേഷിക്കുന്നവരുമാണ്. ഇന്ത്യയിലെ ഒരു രീതി എന്ന് പറയുന്നത് പഠിച്ച് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുക, ജോലി എന്ന ആളുകൾ അങ്ങനെ പറഞ്ഞ് ചിന്തിച്ചു പോയി. അപ്പോൾ ഇതിൽ നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ അവസരം ഉണ്ടെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ, ഡയറക്ട് സെല്ലിങ്ങിലൂടെ ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലൊരു ഫ്യൂച്ചർ ഡയറക്ട് സെല്ലിങ്ങിലൂടെ ഉണ്ടാകും എന്നുള്ള ഈ ഒരു വിഷൻ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രയും ആളുകൾ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരും. അതിനല്പം സമയമെടുക്കും അതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. അത് നമുക്ക് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു സ്ട്രെങ്ത്, തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾ തൊഴിലിനേക്കാൾ മെച്ചപ്പെട്ടത് ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് മനസ്സിലാക്കി അതിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ രീതിയിൽ വളരുന്ന ഒരു മേഖലയായിട്ട് ഇത് വരുന്നുണ്ടാവും. അപ്പോൾ ആ വിഷനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സാധ്യതയും വളരെ മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് സർ. So the fourth point is most socially bound country. पूरी दुनिया में हम सबसे ज्यादा सोशली कनेक्टेड हैं। अमेरिका और यूरोप में जहां 7 साल में लोगों की शादियां टूट जाती हैं, तलाक हो जाते हैं, हमारे देश में हम 7 पीढ़ी के रिश्ते निभाने की बातचीत करते हैं। शादी में बहुत सारे रिलेटिव्स को हम लोग कॉल करते हैं। मुझे नहीं लगता कि हिंदुस्तान दुनिया में कोई भी देश इस प्रकार से सोशली बाउंडेड होगा। और ये चीज हमारे फेवर में क्यों है? क्योंकि हम जब शुरुआत करते हैं हमें लिस्ट बनानी होती है, हमें बहुत सारे लोगों के नाम चाहिए होते हैं जिनको हम अपना प्रोडक्ट सेल करें, अपने बिजनेस के बारे में बताएं। सो इंडिया में वो लिस्ट ऑटोमेटिकली हमारे पास में इतनी बड़ी है कि वो बहुत लंबी बन जाती है, और इसीलिए इंडिया इज एन आइडियल कंट्री फॉर डायरेक्ट सेलिंग। यस सर. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വളരെ സോഷ്യലി ബൗണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകളുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നതിൽ, അത് റിലേറ്റീവ്സ് മാത്രമല്ല അല്ലാതെ ആണെങ്കിലും ബന്ധം സൂക്ഷിക്കുന്നതിൽ പ്രത്യേകമായ ഒരു കീഴ്വഴക്കമാണുള്ളത്. ഇപ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പറഞ്ഞാൽ കല്യാണം കഴിച്ച 6-7 വർഷം കഴിയുമ്പോഴേക്കും അവരുടെ കല്യാണം തന്നെ അവർ പിരിയുന്നു. ഇവിടെ എന്താ പറയാ 5, 6, 7 തലമുറകൾ ആളുകൾ എൻ്റെ ആളുകൾ നമ്മുടെ ആളുകൾ എന്നുള്ള രീതിയിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം, ഒരു സാമൂഹിക പശ്ചാത്തലം, ആ ബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് കാര്യമാണ്. കാരണം ആളുകളുമായിട്ടുള്ള ബന്ധമുള്ളപ്പോൾ നമുക്ക് അവരുമായിട്ട് ബന്ധം നിലനിർത്തുന്നത് കൊണ്ട് ഈ കാര്യം നമുക്ക് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, നമ്മുടെ ആളുകൾ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് നമുക്ക് വലിയൊരു സാധ്യത ഉണ്ടാവും. അപ്പോൾ സോഷ്യലി ബൗണ്ട് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സാഹചര്യം, ഈ ഒരു പ്രവണത നമുക്ക് വലിയ ഗുണം ചെയ്യും സർ. The fifth one is only $3,019 million out of $1,79,300 million US million dollar. So दुनिया का जो टोटल टर्नओवर है उस टर्नओवर में से हमारा जो हिस्सा है ये बहुत कम है। इसका मतलब क्या हुआ कि हमारे यहाँ पे स्कोप बहुत ज्यादा है, एक ऐसी खाली जगह है जिसको बहुत जल्दी भरा जाने वाला है। सो आपने इस विजन के साथ में काम करना है कि जो ये 3,000 करोड़ है ये बहुत जल्दी 30,000 करोड़ में कन्वर्ट होने वाला है। उसमें से मैं अपना कितना हिस्सा बना सकता हूं। सो दिस वे यू हैव टू थिंक. यस सर. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു ടേൺ ഓവർ ആണ് കാണിച്ചിരിക്കുന്നത്. ഏതാണ്ട് $1,79,300 മില്യൺ US ടേൺ ഓവർ നടക്കുമ്പോൾ ഇന്ത്യയിൽ വെറും $3,019 മില്യൺ മാത്രമേ നടക്കുന്നുള്ളൂ. അത്രയും വലിയ ബിസിനസ് നടക്കുന്നിടത്ത് ചെറിയ ഒരു പങ്ക് മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ബിസിനസ്സിനുള്ള സാധ്യത ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ 3,000
മില്യൺ എന്ന് പറയുന്നത് ഒരു 30,000 മില്യൺ ആകുമെന്നുള്ള കാര്യം സംശയമില്ല. കാരണം 1,79,300 മില്യൺ $US ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ അതിനുള്ള എല്ലാ സാഹചര്യമുണ്ട്. ഇന്ത്യയിൽ ഇത് വളരും. അങ്ങനെ ഒരു 30,000 മില്യണിലേക്ക് എത്തുമ്പോൾ അതിൽ ഏറ്റവും വലിയ പങ്ക് എന്റേതായിരിക്കും, എന്റെ ടീമിൻ്റെതായിരിക്കും എന്ന് ഇന്നൊരാൾ തീരുമാനമെടുത്താൽ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല സർ. The sixth point is attraction of direct selling. Direct selling का कुछ ऐसे attractions हैं जो हर किसी को अपनी तरफ अट्रैक्ट कर रहे हैं. वो यंगेस्ट को भी अट्रैक्ट कर रहे हैं, बिजनेसमैन को भी अट्रैक्ट कर रहे हैं, प्रोफेशनल्स को भी अट्रैक्ट कर रहे हैं, सोशल वर्कर को भी अट्रैक्ट कर रहे हैं. So there are some points. Low risk business opportunity. It takes very little if any capital or startup cost. सो डायरेक्ट सेलिंग को आप बगैर किसी इन्वेस्टमेंट के, थोड़ा सा आप अपनी लर्निंग के ऊपर में इन्वेस्ट करके ओनरशिप के साथ में इस बिजनेस को कर सकते हैं, और कहीं ये पॉसिबल नहीं है. एक्स्ट्रा इनकम इज देयर, फ्लेक्सिबिलिटी इज देयर, ट्रेनिंग एंड मेंटरशिप इज देयर, एंड परफॉर्मेंस बेस, जितना आप मेहनत करेंगे उतना आपको मिल जाएगा. सो इन अट्रैक्शन की वजह से लोग, इंडियन जो पीपल है, दे आर अट्रैक्टिंग विद डायरेक्ट सेलिंग. यस सर. അട്രാക്ഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ്, ഇതിന്റെ എന്താ പറയുക, സ്വീകാര്യത വർദ്ധിക്കാനുള്ള കാരണം എന്താണ്, ആളുകൾ സ്വീകരിക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിസ്ക് തീരെയില്ല എന്നുള്ളതാണ്. കാര്യമായ ഇൻവെസ്റ്റ്മെന്റ് പേരിന് മാത്രം എന്തെങ്കിലും, അല്ലെങ്കിൽ ക്യാപിറ്റലായിട്ട് അങ്ങനെ നമുക്ക് എന്ത് വലിയ ഒരു തുടങ്ങുന്നതിന് വലിയ എമൗണ്ട് ഒന്നും വേണ്ടി വരുന്നില്ല എന്നുള്ളത് വലിയൊരു അട്രാക്ഷൻ തന്നെയാണ്. അതുപോലെ ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ സ്വീകരിക്കാം. അതുപോലെ ഫ്ലെക്സിബിലിറ്റി, പലതരത്തിൽ നമുക്ക് ഏത് ജോലി ചെയ്യുന്ന ആളുകൾക്കും ചെയ്യാം, എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒത്തിരി ഫ്ലെക്സിബിലിറ്റി ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു മെന്റർഷിപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പുറത്ത് ഇങ്ങനെയുള്ള ഒരു സംവിധാനവും നമുക്ക് കിട്ടാനില്ല. ഇതെല്ലാം ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് വരുമാനം കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റെവിടെയാണെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി എന്താണോ അതിൽ നമ്മൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും അതിന് ഓപ്പർച്യൂണിറ്റി ഇല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന അസൈൻ ടാസ്ക് ചെയ്യുന്നു, കിട്ടുന്ന ശമ്പളം കൊണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് കൂടുതൽ വരുമാനം നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതും ആളുകളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഡയറക്ട് സെല്ലിങ്ങിന്റെ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. റൈറ്റ് സർ. സോ we are talking about vision. Vision means future. So अगर हमें फ्यूचर को जानना है तो एक बार हमें पास्ट को देखना चाहिए. Let's see past of direct selling. Yes sir. നമ്മൾ വിഷൻ എന്ന് പറയുമ്പോൾ ഭാവിയിൽ എന്ത് നടക്കുന്നു, ഫ്യൂച്ചർ എന്താണ് വരാൻ പോകുന്നത് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് വരാൻ പോകുന്നത് എന്ന് അറിയണമെങ്കിൽ മുമ്പ് എന്തായിരുന്നു എന്നും ഇപ്പോൾ എന്താണെന്നും കൂടെ നമ്മൾ അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് വേണം ഭാവിയിൽ എന്താകും എന്ന് പറയാൻ. അപ്പൊ നമുക്ക് അതും നോക്കാം. റൈറ്റ്. So direct selling started in US in 1959, and उस समय जब direct selling start हुई, there were some issues in US. Many money circulation scheme started, और एक टाइम था जब US में पूरा डायरेक्ट सेलिंग कंपनीज को बैन कर दिया था, बंद कर दिया था. आफ्टर दैट 1979 में FTC, द फेडरल ट्रेड कमीशन ने एक डिसीजन दिया, और उस डिसीजन के बाद में डायरेक्ट सेलिंग कंपनीज को, जो एक गाइडलाइंस के बाद में काम करने वाली डायरेक्ट सेलिंग कंपनीज थी, उनको एक लीगल स्टेटस मिला. और आफ्टर 1979 डायरेक्ट सेलिंग स्प्रेड ऑल ओवर US and all over Europe, and after that, after 1990s, direct selling started in India. ഡയറക്ട് സെല്ലിംഗിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് 1959 അമേരിക്കയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നാൽ 79 മൾട്ടിലെവൽ മാർക്കറ്റിംഗ് എല്ലാം ഇല്ലീഗലാക്കി കണക്കാക്കിക്കൊണ്ട് അവിടെ നിയമം വന്നു. അതിനുശേഷം പിന്നീടും അതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളൊക്കെ നടത്തി അത് നിയമപരമായി അംഗീകരിച്ചുകൊണ്ട് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. 1990 ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് പറയുന്നത് സർ. So I would like to update you about current status of the direct selling industries. So because I am
founder president of DSDW, Direct Selling Distributor Welfare Association. From 2012, I am very closely working with the government authorities and with the ministry. So, in this situation, I would like to share some very important updates to you. Yes, sir. നമ്മൾ പശ്ചാത്തലം അല്ലെങ്കിൽ പാസ്റ്റ് ചെറുതായിട്ട് പറഞ്ഞു. എന്നാൽ ഇപ്പോഴെന്താണ് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, യാഥാർത്ഥ്യം എന്താണ്? അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പരിചയപ്പെടുത്താനുള്ളത് ഒരു വലിയ ഓർഗനൈസേഷനാണ് DSDWA, ഡയറക്ട് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. അതിന്റെ പ്രസിഡന്റാണ് ഞാൻ. 2012 മുതൽ ഈ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഡയറക്ട് സെല്ലിങ്ങിന്റെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ അടുത്ത് ഇടപഴകാനും പരിചയപ്പെടാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. So, 9 सितंबर 2016 को कंज्यूमर फेयर मिनिस्ट्री ने डायरेक्ट सेलिंग के ऊपर में गाइडलाइन इशू किया था, और गाइडलाइन इशू होने के बाद में हमारे देश में डायरेक्ट सेलिंग को लेकर एक बहुत पॉजिटिव इन्वायरमेंट क्रिएट हुआ, और बहुत तेजी के साथ में हमारे देश में डायरेक्ट सेलिंग इंडस्ट्री ने ग्रो किया, और अभी हम लोग CAGR के रूप में उसका इफेक्ट हम लोग अभी देखने वाले हैं. सो गाइडलाइन आ गई थी, लेकिन गाइडलाइन एक एडवाइजरी रहती है केवल मात्र. हम चाहते थे कि ये हमारे कॉन्स्टिट्यूशन का पार्ट बने, हमारे संविधान में आए, कानून का ही हिस्सा बने. सो उसके लिए हम लोग प्रयास कर रहे थे, और फाइनली 28 दिसंबर 2021 को हमारी जो एक बहुत पुरानी डिमांड थी वो गवर्नमेंट ने पूरी की, और डायरेक्ट सेलिंग रूल्स 2021 रिलीज हो गया. ये हम सब के लिए एक बहुत प्राउड मोमेंट है, बहुत खुशियां मनाने का समय है हम सब के लिए, कि हमें एक लीगल रिकॉग्निशन मिल गया है. लीगली वी आर नोन, हमारे कॉन्स्टिट्यूशन में डायरेक्ट सेलिंग का डेफिनेशन आ गया है. यस सर. സെപ്റ്റംബർ 2016 ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി ഒരു ഗൈഡ് ലൈൻസ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഒരു മാർഗനിർദ്ദേശമാണ്. എന്നാൽ അതിന് ഡയറക്ട് സെല്ലിങ്ങിന് ഒരു നിയമപരിരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഒരു നിയമത്തിന്റെ പരിധിക്കുള്ളിൽ അതിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. 2012 മുതൽ 2016 വരെയുള്ള നിരന്തരമായ പ്രയത്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് എത്തിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം തുടർന്നുള്ള നമ്മുടെ ഇൻവോൾവ്മെന്റിന്റെ ഫലമായി ഇപ്പോൾ 2021 ഡിസംബർ മാസത്തിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു നിയമം ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് നിയമപരമായി അംഗീകരിച്ചിരിക്കുന്നു, സാമൂഹികമായ ഒരു അംഗീകാരം അതിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളത്. 2021 കഴിഞ്ഞ ഡിസംബർ 21 വന്നിട്ടുള്ള ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ നിയമവിധേയമാണ്. സർ, so we are very closely working with the consumer fair ministry. मैं एक इंटरनल इंफॉर्मेशन आपको शेयर करना चाह रहा हूँ. ऑन 10th ऑफ दिस फरवरी, अभी 2 दिन बाद में 11 o'clock डायरेक्ट सेलिंग के जितने भी स्टेक होल्डर्स हैं, जितनी भी एसोसिएशन है, वी ऑल आर मीटिंग विद मिनिस्ट्री, एंड वी वुड लाइक टू सम क्लैरिटी इन द रूल्स. सो दैट्स व्हाई वी आर मीटिंग देयर. बट एक चीज की मैं आप सबको मैं कॉन्फिडेंस देना चाहता हूं, जितना भी लोग सुन रहे हैं हमें. सो डायरेक्ट सेलिंग का जो गोल्डन एरा है वो इस रूल्स आने के बाद में अभी स्टार्ट हो गया है. आप किसी भी बिल्कुल कंफ्यूजन में मत रहिए. RCM बिजनेस का जिस प्रकार का मार्केटिंग प्लान है, जिस प्रकार के प्रोडक्ट हैं, जिस प्रकार का इंफ्रास्ट्रक्चर्स है, वो गवर्नमेंट के हर रूल एंड रेगुलेशन को फॉलो करने वाला है. हम ये चाहते हैं, इट इज आवर डिमांड दैट गवर्नमेंट इतना सख्त रूलिंग लेके आए डायरेक्ट सेलिंग को लेके कि जो कहीं भी किसी भी रूप में चीट करने वाली कंपनियां हैं वो सारी की सारी बंद हो जाएं. और ऐसे जब आएगा तो वो हमारे लिए RCM डायरेक्ट सेलर के लिए एक बहुत प्राउड का मोमेंट होने वाला है. सो अगर आपको कोई कंफ्यूजन है रूल्स को लेके, डायरेक्ट सेलिंग के फ्यूचर को लेके, मैं आप सबको एश्योर करना चाहता हूं इस मीटिंग के माध्यम से, आप पहले से 10 गुना ज्यादा एनर्जी के साथ में काम कीजिए, और राइट टाइम के लिए जो एक बेस्ट ग्रोइंग स्टेज है वो ग्रोइंग स्टेज अभी स्टार्ट होने वाली है. एंड कमिंग
7-8 years are very important for us. अगर आप कुछ बड़ा जिंदगी में करना चाहते हैं तो आपके लिए ये राइट टाइम है फोकस्ड रह के काम करने का. यस सर. ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പുറത്തു പറയുന്ന കാര്യമല്ല, എന്നാലും ഈ വരുന്ന 10-ാം തീയതി ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് അതോറിറ്റി ആയിട്ട് ഞങ്ങൾ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ചെറിയ വ്യക്തത ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്, ഒരു മൈൽ സ്റ്റോൺ ആണ്. കാരണം ഡയറക്ട് സെല്ലിങ്ങിനെ അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ ചെറിയ ഒരു വ്യക്തത ആവശ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യുന്നത് പറഞ്ഞത്. ഇവിടെ ഈ നിയമത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആശങ്കകളും ആളുകളുടെ ഇടയിലുണ്ട്. ഞാൻ ഈ മീറ്റിങ്ങിലൂടെ നിങ്ങളോട് ഉറപ്പ് തരുന്നത് RCM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ 100% ഗവൺമെന്റിന്റെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ടും ആ സിസ്റ്റം അനുസരിച്ചും തന്നെയാണ്. യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നമുക്ക് തുടർന്ന് ചെയ്യാം. ഇത്രയും നമ്മൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും കർശനമായ, ഏറ്റവും വ്യക്തമായ നിയമം തന്നെ വരണം. കാരണം ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ തുടർന്ന് നിലനിൽക്കാനും പ്രവർത്തിക്കാനും പാടില്ല. അവയെ വ്യക്തമായി തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള നിയമം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നമ്മുടെ ശ്രമം അല്പം കൂടെ തുടരും. ഏതായാലും ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി മുമ്പ് ചെയ്തതിനേക്കാൾ 10 ഇരട്ടി ശക്തിയായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ഇങ്ങനൊരു നിയമം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് എന്നുള്ള നിലയ്ക്ക് അടുത്തൊരു 5 മുതൽ 7 വർഷം വരെ ഈ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന ഡെവലപ്മെന്റ് പരിഗണിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഇതിനെ ഏറ്റെടുക്കേണ്ടതാണ് സർ. So if you talk about KPMG and FICCI, वो भी प्रमोट करती हैं, वो भी अपनी रिपोर्ट्स में ये कहती हैं कि हमारे देश में डायरेक्ट सेलिंग का एक बहुत ब्राइट फ्यूचर है और बहुत तेजी के साथ में ये इंडस्ट्री ग्रो कर रही है. यस सर. ഈ മേഖലയിൽ പഠനം നടത്തുന്ന അറിയപ്പെടുന്ന വളരെ പ്രൊമന്റ് ആയിട്ടുള്ള 2 ഏജൻസികളാണ് ഫിക്കിയും KPMGയും. അവർ രണ്ടുപേരും നടത്തിയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് ഇത് ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ സുവർണ കാലഘട്ടമാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് വളരുമെന്നും വലിയ ഒരു ഭാവിയാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നതെന്നുമാണ് സർ. The good news is that in universities डायरेक्ट सेलिंग को पढ़ाया जा रहा है यूनिवर्सिटीज में. दिस इज सुलूनी यूनिवर्सिटी हिमाचल प्रदेश, जिसने डायरेक्ट सेलिंग में एक डिप्लोमा स्टार्ट किया है, पोस्ट ग्रेजुएशन डिप्लोमा इन डायरेक्ट सेलिंग. और इसका पहला जो बैच है वो अभी पास आउट होके बाहर आने वाला है. जिस प्रकार से हम लोग फाइनेंस की स्टडी करते हैं, MBA इन फाइनेंस करते हैं, we do MBA in marketing, MBA in other categories. So same way डायरेक्ट सेलिंग में बहुत जल्दी आपको MBA इन डायरेक्ट सेलिंग आपको मिलने वाला है. उसकी पहली शुरुआत सुलूनी यूनिवर्सिटी हिमाचल प्रदेश ने कर दिया है. सो हमें न केवल मात्र लीगल रिकॉग्निशन मिला है, अपितु हमें एकेडमिक रिकॉग्निशन भी डायरेक्ट सेलिंग को मिल गया है. एंड वी आर गोइंग टूवर्ड्स सोशल रिकॉग्निशन, क्योंकि इन सब चीजों को में हमारा रिकॉग्निशन होगा तो सोशली रिकॉग्निशन हमें मिल जाएगा. और हमेशा हमारे ग्रेट लीडर्स मुकेश कोठारी जी कहते हैं कि आने वाले समय में जब एक लड़की का पिता ये ढूंढेगा कि मुझे एक अच्छा सा दूल्हा चाहिए, वो किसी बड़े ऑफिसर को नहीं ढूंढेगा, वो ढूंढेगा कि मुझे RCM का एक टेक्निकल अचीवर चाहिए, मुझे RCM का एक स्टार इमराल्ड चाहिए जिससे मैं अपनी बेटी की शादी करूं और वो पूरी जिंदगी एंजॉय करेगी. सो हम उस दिशा में जा रहे हैं, उस विजन के साथ में आपको काम करने की जरूरत है. यस सर. മറ്റൊരു സന്തോഷകരമായ കാര്യം, ഷോലിനി യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓഫ് എന്താ പറയുക നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രൊജക്ഷൻ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, ഡിപ്ലോമ കോഴ്സ്. തീർച്ചയായിട്ടും ഇത് കാണിക്കുന്നത് യൂണിവേഴ്സിറ്റികൾ ഇതിന്റെ പാഠ്യപദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. വരും കാലങ്ങളിൽ ഇതിനുണ്ടാകാൻ പോകുന്ന സാധ്യത എന്താണ്? വലിയ വലിയ MBA പോലെയുള്ള ഡിഗ്രികളൊക്കെ ഡയറക്ട് സെല്ലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാകാൻ പോവുകയാണ്. നമ്മുടെ അറിയപ്പെടുന്ന RCMലെ ലീഡറായിട്ടുള്ള മുകേഷ് കൊട്ടാരി സാറ് പറയും, വരും കാലങ്ങളിൽ കല്യാണം ആലോചിക്കുമ്പോൾ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പറയും ഡയറക്ട് സെല്ലിങ്ങിൽ RCMലെ എന്താ പറയുക ടെക്നിക്കൽ അച്ചീവർ, സ്റ്റാർ എമറാൾഡ് ഒക്കെ ആയിട്ടുള്ള ചെക്കന്മാരെയാണ്
എൻ്റെ മകൾക്ക് വേണ്ടി എനിക്ക് വേണ്ടതെന്ന് അവർ അന്വേഷിക്കുന്നുണ്ടാവും. ജോലിക്കാരെക്കാൾ കൂടുതൽ ഒരു പ്രിഫറൻസ് കൊടുക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കുമെന്ന് മുകേഷ് കൊട്ടാരി സാർ പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സാധ്യത നമ്മൾ ശരിയായിട്ട് ഉൾക്കൊള്ളേണ്ടതാണ്. റൈറ്റ്. So let's talk about some datas, because डाटा जो है वो कभी भी आपको आपके सामने फॉल्स नहीं होते हैं, वो ऑलवेज ट्रू होते हैं. सो डाटा से हम लोग विजन देखने का कोशिश करते हैं. अकॉर्डिंग टू डाटा इट इज ए $1 billion इंडस्ट्री एंड वी आर टॉकिंग अबाउट WFDSA, वर्ल्ड फेडरेशन ऑफ डायरेक्ट सेलिंग एसोसिएशंस. 2020 के डाटा हम लोग शेयर करते हैं सर. अकॉर्डिंग टू डाटाज, सो here you can see the top 10 global markets, and out of top 10 global markets, India is not there. Yes sir. ഇത് നമുക്കിനി പറയുമ്പോൾ കുറച്ച് കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി പറയാം. അതായത് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഡാറ്റാസ് എന്തൊക്കെയാണ്. ഇതൊരു $1 billion മാർക്കറ്റ് ആണെന്ന് പറഞ്ഞു വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. അവരുടെ കണക്ക് പ്രകാരം ഇത് ലോകത്തിൽ നടക്കാൻ പോകുന്ന ബിസിനസ്, അതിന്റെ സാധ്യത, അതിനെക്കുറിച്ചുള്ള പഠനം, അതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ ഒരു ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിലെവിടെയും ഇന്ത്യ കാണാനേ ഇല്ല എന്നുള്ളതാണ് അത്ഭുതം. എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ബിസിനസ് നടക്കുന്നു എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇന്ത്യ പരാമർശിക്കപ്പെടാവുന്ന രീതിയിൽ വന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് വളരും, വലുതായി വളരും, ഇന്ത്യ ശ്രദ്ധിക്കപ്പെടും. ആ ഒരു സമയമാകുമ്പോൾ എന്തായിരിക്കും ഇന്ത്യയിലെ സ്ഥിതി എന്ന് ആലോചിക്കുക. അതാണ് ഈ പിക്ചറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. റൈറ്റ് സർ. So according to this list of countries, we are on 12th level. ഇതിൽ കാണിച്ചിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന 2020 ഡേറ്റയാണ്. നിങ്ങൾക്ക് കാണാം, ഇതിന്റെ മുകളിൽ കാണിക്കുന്നുണ്ട് 2020 ഡേറ്റയാണ്. അത് പ്രകാരം ഇന്ത്യ 12ാമത്തെ പൊസിഷനിലാണ്. ലോകത്ത് ഡയറക്ട് സെല്ലിംഗ് ഉള്ള രാജ്യങ്ങളിൽ ഇന്ത്യ 12ാമത്തെ പൊസിഷനിൽ എത്തിയിരിക്കുന്നു. അതിന്റെ ഗ്രോത്ത് കോളത്തിൽ വലത്തുവശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ മറ്റു പല രാജ്യങ്ങളിലും ഡയറക്ട് സെല്ലിംഗ് തുടങ്ങി എവിടെയോ അവസാനിക്കാൻ പോകുന്ന ഒരു ലെവല് പോലെയായി, പലയിടത്തും വളർച്ചയില്ല, താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ കണക്ക് കാണിച്ചിരിക്കുന്നത്. ഈ കണക്കിൽ നിങ്ങൾക്ക് കാണാം 12ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. അതിന്റെ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത് 17.4%. റൈറ്റ് സർ. In this slide you can see 3-year CAGR, and if you see United States CAGR, it is 4.7%. If you see China's CAGR, it is -17%. Because China में कब क्या होता है we don't know, कब वो किस चीज को बंद कर देते हैं. So last time they banned direct selling, so that's why उनका जो टर्नओवर, उनका CAGR है वो माइनस में चला गया है. So in this list if you will see India's CAGR is highest CAGR in the list. It is 17.6%, 3-year CAGR. So ये अपने आप में हम सबको बहुत ज्यादा उत्साहित करने वाला आंकड़ा है. इंपॉर्टेंट ये नहीं है कि आज हम लोग कौन से स्थान पे हैं, इंपॉर्टेंट ये है आने वाले समय में हम लोग कौन से स्थान पे हो सकते हैं. നമ്മൾ ഡയറക്ട് സെല്ലിംഗിന്റെ വിഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ കണക്കിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് 3 വർഷത്തെ CAGR ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ചൈന 17% എന്താ പറയാ കുറവാണ്, വളർച്ച മൈനസിലാണ് കാണിച്ചിരിക്കുന്നത്. കാരണം എന്താണ്, അവിടെ ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, അവർ നിരോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് അവിടെ വളർച്ച തടസ്സപ്പെട്ടു. മറ്റ് പല രാജ്യങ്ങളിലും വളരെ നാമമാത്രമായ വളർച്ചയുള്ളൂ, പലയിടത്തും അത് നെഗറ്റീവിലേക്ക് പോകുന്നു. എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി നോക്കൂ, ഏറ്റവും കൂടുതൽ ഗ്രോത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് 17.6% ഗ്രോത്താണ് കഴിഞ്ഞ 3 വർഷത്തെ CAGR ഇന്ത്യ കാണിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ടേൺ ഓവറിൽ എത്രയുണ്ട് എന്നുള്ളതല്ല, ഇത്രയും വലിയൊരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എവിടേക്ക് പോകാൻ സാധ്യതയുണ്ട്, ആ ഒരു സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം സാർ. So if we see in the on Excel sheet पे अगर हम लोग देखते हैं सर, 2020 में
यू कैन सी ऑन द फ्रंट लाइन 2020 के डाटा वहाँ पे आपको दिखाई दे रहे हैं और उसमें हमारा हमने वी आर कंपेयरिंग विद नंबर वन इज यूएस। सो यूएस से हम लोग अपना कंपेयर कर रहे हैं और उस कंपैरिजन में हम लोग ये देख रहे हैं कि इसी CAGR से मीन्स यूएस विल बी ग्रो in the CAGR of 4.7% and India will be grow on the current CAGR 17.6%. So उससे ग्रो करेंगे तो 2021 में अमेरिका भी ग्रो करेगा, इंडिया भी ग्रो करेगा, दोनों का टर्नओवर जो फिगर है वो चेंज होंगे। एंड ऐसे होते होते जब हम लोग 2043 में पहुंचेंगे उस समय इंडिया का टर्नओवर हो जाएगा $1,25,669 मिलियन और यूएस का टर्नओवर उस समय होगा $1,15,323। इट मींस हम लोग यूएस को भी बीट कर जाएंगे और इंडिया दुनिया में सबसे ज्यादा डायरेक्ट सेलिंग का कारोबार करने वाला देश बन जाएगा। उस विजन के साथ में आज हमें 2022 में काम करने का जरूरत है। यस सर। वाह सर, व्हाट ए സൂപ്പർ കാൽക്കുലേഷൻ ആൻഡ് വിഷൻ സർ. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു വിഷൻ ബിസിനസ്സിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സാധ്യത, ഫോർകാസ്റ്റിംഗ് ആണ്, സാധ്യത എന്താണെന്നുള്ള. ഇപ്പോൾ 2020 കണക്ക് വെച്ച് പറയുന്നത് 40,000 എന്താ പറയാ $1 മില്യൺ സെയിലാണ് അല്ലെങ്കിൽ ബിസിനസ്സാണ് അമേരിക്ക നടക്കുന്നത്. ഇന്ത്യയിൽ വളരെ കുറച്ചുകൂടെ 3,000 ഉള്ളൂ. എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ CAGR ഗ്രോത്ത് പ്രകാരം അമേരിക്കയും ഇന്ത്യയും തുടർന്ന് ബിസിനസ് ചെയ്യുന്നു എന്ന് കണക്കാക്കിയാൽ 2043 ആകുമ്പോൾ അമേരിക്കയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ബിസിനസ്സിലേക്ക് ഇന്ത്യ എത്തും. 1,25,669 എന്താ പറയാ $1 ബില്യൺ ഇന്ത്യയിലെ ബിസിനസ് വരും എന്ന് പറഞ്ഞാൽ അമേരിക്ക മറികടക്കും 2043. ഇത് അതേ രീതിയിൽ ഗ്രോ ചെയ്യുകയാണെങ്കിലാണ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അതിനൊക്കെ മുമ്പ് തന്നെ ഇതാകും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. എന്നാലും കണക്കുകൾ വെച്ച് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇവിടം വരെയെങ്കിലും എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ 2022 നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത 20 വർഷം കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു ഹബ്ബായിട്ട് ഇന്ത്യ മാറും. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇവിടുത്തെ സാധ്യതയായിരിക്കും. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും ലോകത്തിൽ അറിയപ്പെടുന്ന ആളുകളായിട്ട് മാറുക. അത്രയും വലിയ ഒരു സാധ്യതയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയേണ്ടത്. So if when we will be touch $1,25,000 million, उस समय क्या होगा वो देखने का जरूरत है. जो लोग इस समय अमेरिका में और यूरोप में इतने बड़े इतना बड़ा टर्नओवर नहीं है वहां पे. इफ यू सी करंट टर्नओवर ऑफ अमेरिका, यूएस का टर्नओवर है $40,100 मिलियन. सो इस टर्नओवर में भी वहां के जो डायरेक्ट सेलर्स हैं वो एक ऐसा लाइफ को एंजॉय कर रहे हैं जिसके बारे में अभी हम कल्पना में नहीं सोच सकते हैं. उनके पास में अपने खुद के प्राइवेट जेट्स हैं, वो सारी चीजें हैं जो हम लोग अंबानीज और टाटाज के बारे में हम सोचते हैं ना जब, कि जिस प्रकार का लाइफस्टाइल उनका होता है, तो उस प्रकार का लाइफस्टाइल यूरोप और अमेरिका के जो सीनियर डायरेक्ट सेलर्स हैं उनके पास में है. और ये हमने बात किया रीमा वृद्धि जी से चैट विद सुरेंद्र वत्स के एपिसोड नंबर 91 में. रीमा वृद्धि जी का स्टोरी ये है कि सी वॉज वर्किंग इन बैंक इन लंडन और when she saw direct selling business opportunity in London, so उन्होंने देखा कि इंडिया में कितना ग्रो कर सकता है. So उस विजन के साथ में उन्होंने उस जॉब को क्विट किया. She told in the interview that she was maintaining Mercedes Benz in London. तो वहां उस जॉब को उन्होंने छोड़ के सी केम इन इंडिया और वो बहुत अच्छा काम उन्होंने किया इंडियन डायरेक्ट सेलिंग में. सो मैंने उनसे पूछा क्या यूरोप में जो डायरेक्ट सेलर्स हैं वो बहुत अच्छा पैसा बनाते हैं. उन्होंने कहा कि लंदन में एक सीनियर डायरेक्ट सेलर जब अपना टीम का मीटिंग करता है तो वो 5 स्टार होटल में नहीं करता है, वो अपने प्राइवेट जेट में उनको बुलाता है और
30,000 की हाइट पे 30,000 फीट की हाइट पे जाके वो प्लान करते हैं कि अगले महीने डायमंड क्लब में कितने लोगों को लेके आना है, सुपर डायमंड क्लब कितना होने वाला है, क्राउन क्लब में कितने लोग आ सकते हैं। तो वो क्लब की बात नहीं करते होंगे, लेकिन हाँ, हम ऐसा करने वाले हैं 2030-40 के आसपास में। सो उस विजन के साथ में आपको काम करना है। आज आपके पास में स्कूटर है, बाइक है, या एक ओल्ड मॉडल मारुति का कार है, वो इंपॉर्टेंट नहीं है। इंपॉर्टेंट ये है कि आने वाले समय में आपके पास में कौन सा गाड़ी हो सकता है और कौन सा प्लेन हो सकता है। उस विजन को आज देख के काम करने की जरूरत है, और वही मैं आपको दिखाने का प्रयास कर रहा हूं। यस सर। ഇത് എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. സ്ലൈഡല്ല, ഈ പറയുന്നത് കാണാൻ കഴിയണം. 2043 ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് അമേരിക്കയിൽ 40 മില്യൺ എന്താ പറയാ ഡോളറിന്റെ ബിസിനസ് നടക്കുന്നു. 40,000. അവിടെ ഇപ്പോൾ നമ്മൾ കാണിച്ച സ്ലൈഡിൽ കാണിച്ചത് ചാറ്റ് വിത്ത് സുരേന്ദ്രൻസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ അതിഥിയായി വന്ന റീമ വെർദെ എന്ന് പറയുന്ന മാഡം. അവര് ലണ്ടനിൽ ബാങ്കിൽ ജോലിക്കാരിയായിരുന്നു. അവിടെ നല്ല സ്റ്റാറ്റസിൽ മെഴ്സിഡസ് ബെൻസ് ഉപയോഗിച്ചിരുന്ന അത്രയും നല്ല സ്റ്റാറ്റസുള്ള ആള് ആ ജോലി വേണ്ടെന്ന് വെച്ച് ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വന്ന് ഇന്ത്യയിൽ. കാരണം ഇതിന്റെ ഒരു ഫ്യൂച്ചർ, ഡയറക്ട് സെല്ലിങ്ങിന്റെ ഇന്ത്യയിലെ ഒരു ഫ്യൂച്ചർ മനസ്സിലാക്കിയിട്ട് അവർ അവിടുത്തെ ജോലി വേണ്ടെന്ന് വെച്ച് ഇവിടെ വന്നു. ഇന്ന് ഇവര് നല്ല പൊസിഷൻ എത്തിയിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അവർ പറയുന്നത് ഇന്ന് അവിടെ നടക്കുന്ന വലിയ വലിയ പ്രോഗ്രാമുകൾ ഡയറക്ട് സെല്ലിങ്ങിലുള്ള ആളുകൾ നടത്തുന്ന ഇതുപോലെ 5 സ്റ്റാർ ഹോട്ടലൊന്നുമല്ല. അവര് അതിനേക്കാൾ വലിയ സൗകര്യങ്ങൾ, അവർക്ക് സ്വന്തമായിട്ട് പിന്നെ വിമാനമൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ വെറും 40,000 എന്താ പറയാ മില്യൺ ഡോളറിന്റെ ബിസിനസ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ലീഡർമാർക്കൊക്കെ ഇങ്ങനെ ആകാൻ കഴിയുമെങ്കിൽ ഇവിടെ വരും കാലങ്ങളിൽ എന്തായിരിക്കും എന്ന് ഓർക്കുമ്പോഴാണ് അവിടുത്തെ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചവരിങ്ങ് പോന്നു. തീർച്ചയായിട്ടും ഇത് സാറ് പറയാത്തൊരു കാര്യം, നമ്മുടെ ഇന്നത്തെ MC അങ്ങനെ തന്നെയാണ്. അതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കി അവിടെ നിന്നുള്ള ജോലി വേണ്ടെന്ന് വെച്ചിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, അടുത്ത കുറെ വർഷങ്ങളൂടെ കഴിയുമ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഇന്ന് നിൽക്കുന്ന ആളുകളുടെ പൊസിഷൻ എവിടെ ആയിരിക്കും. ഒരു പക്ഷെ നമ്മുടെ ഒരു സ്കൂട്ടറോ ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു പഴയ കാറോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരു കുറച്ച് വർഷങ്ങളിലൂടെ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ എന്താ പറയുക ഫോക്കസിനായിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്തായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. സർ. So RCM is the opportunity in front of you. Grab it. Grab means इसको मजबूती के साथ में पकड़ लीजिए। ऊपर वाले ने आज से 20 साल पहले ये अपॉर्चुनिटी मुझे दी। मैंने इसको स्कीम नहीं माना, मैंने इसको एक छोटी घटना नहीं माना, मैंने 20 साल पहले इसको अपॉर्चुनिटी माना कि ऊपर वाला मेरे अच्छे कर्मों का फल मुझे देना चाहता है और उसने मुझे आरसीएम दिया है। और मैंने इसको क्या किया, मैंने इसको ग्रैब कर लिया, मैंने इसको मजबूती के साथ में पकड़ लिया। एंड दैट्स वाई आई एम इन फ्रंट ऑफ यू। मेरे नाम के पीछे डायमंड लिखा हुआ है। सो सेम वे ये अपॉर्चुनिटी आज आपके सामने है। आपने भी इसको ग्रैब किया और फोकस्ड रह के 100% एनर्जी के साथ में आपने काम किया। सो डेफिनेटली आपकी जिंदगी की सबसे बड़ी अपॉर्चुनिटी आरसीएम बिजनेस बन जाएगी और आपकी जिंदगी 360 डिग्री से चेंज हो जाएगी। हजारों लोगों की जिंदगी चेंज हो चुकी है। सो इस अपॉर्चुनिटी को समझिए। इस अपॉर्चुनिटी जब अपॉर्चुनिटी हमारे सामने आती है तो उसको देखना होता है, वो साफ तौर से दिखाई नहीं देती है। अपॉर्चुनिटी के बारे में कहा जाता है कि उसकी पिक्चर कुछ ऐसे होती है मूर्ति सर, कि जैसे एक जैसे कोई एक महिला है और उस महिला के वुमेन के फेस के आगे में बहुत सारे लंबे लंबे बाल हैं। वो बालों की वजह से उस महिला का जो फेस है वो हमें दिखाई नहीं दे रहा है। आपको थोड़ा सा बस आइडिया लगा सकते हैं आप कि उन बालों के पीछे का फेस कैसा है। और जब अपॉर्चुनिटी गुजर जाती है, सामने से वो चली जाती है, तो उसका जो बैक वाला पार्ट है वो उसमें बाल नहीं होते हैं। आप बैक से अपॉर्चुनिटी को पकड़ नहीं सकते हैं। सो आपको फ्रंट से ही अपॉर्चुनिटी को देखना पड़ेगा और उसको पकड़ना पड़ेगा। सो अपॉर्चुनिटी आरसीएम इज द ग्रेट अपॉर्चुनिटी। एंड मैं हमेशा कहता हूं वी ऑल आर लकी। ऊपर वाले ने हमारे ऊपर में कृपा की है, उसकी ब्लेसिंग्स हैं। इसीलिए दुनिया की
बहुत सारी कंपनियों में से बेस्ट कंपनी के साथ उसने हमें जोड़ दिया है. सो इस ब्लेसिंग को ब्लेसिंग के रूप में लीजिए और इसको ग्रैब कर लीजिए. यस सर. താങ്ക് യു സർ. നമ്മൾ പറയുന്നത് അതിന്റെ സാധ്യത പറഞ്ഞു. ഇപ്പോൾ ആർച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരമായിട്ടാണ്. എനിക്കും ഇതുപോലൊരു ഒരു മീറ്റിംഗിൽ ചെറിയ നമുക്കൊക്കെ കിട്ടുന്ന പോലെ തന്നെയാണ് എനിക്ക് ആർച്യം കിട്ടിയത്. പക്ഷേ ഞാൻ അതിനെ ഒരു വലിയ അവസരമാക്കി കണ്ട് അതിനെ മുറുകെ പിടിച്ചു. ഗ്രാബ് എന്ന് പറഞ്ഞാൽ വിട്ടുപോകാത്ത തരത്തിൽ മുറുകെ പിടിക്കുക, അത് തന്നെയാണ് പ്രധാനം. നമ്മൾ പല ആളുകൾക്കും ഇത് കിട്ടി, പക്ഷെ ആളുകൾ അതിനെ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തിയില്ല. ഞാൻ അതത്രയും അതിനെ മുറുകെ പിടിച്ചു. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കി ഞാൻ മുറുകെ പിടിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. എൻ്റെ പേരിനോടൊപ്പം ഡയമണ്ട് എന്ന് എഴുതാൻ കഴിയുന്നത് അതിനെ അത്രയ്ക്കും ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ടാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ആർസിയുമാണ് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വരും കാലങ്ങളിൽ ആർസിഎമ്മിലൂടെ സക്സസ് ആകുന്ന ആളുകൾ ഏതൊക്കെ നിലവാരത്തിലേക്ക് ഉയരുമെന്ന് നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. അത്രയ്ക്കും വലിയ ഒരു സാധ്യതയാണ് നമുക്ക് ആർസിഎം തരുന്നത്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് ആയിട്ട് ആർസിഎം അറിയപ്പെടുന്നു, ഇനിയും അറിയപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്കിതിലേക്ക് വരാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി കബളിക്കപ്പെടുന്നതിന് പകരം നമ്മൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു സുഹൃതത്തിന്റെ ഫലം തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ട് ഈ അവസരത്തിനെ അവസരമായി കണ്ട് മുറുകെ പിടിക്കുക, അത് കൈവിട്ടു പോകാതെ സൂക്ഷിക്കുക. സർ. So we all know strength of RCM. Why RCM is better among all the direct selling companies. We have reasonable and quality products. We have the very good segments in products range. We have healthcare, personal care, household, agriculture, food and grocery. So we have huge infrastructure. We have visionary founder. So all the good strengths are with us. हमारे पास में सबसे अच्छी चीज है. ऊपर वाले को हमेशा थैंक्स करते रहिए और इस बिजनेस में आगे बढ़ते रहिए. यस सर. അപ്പോ എന്തുകൊണ്ടാണ് ആർസിഎം തന്നെ ചെയ്യണമെന്ന് പറയുന്നത്? കാരണം എന്താണ്? ആർസിഎമ്മിന്റെ സ്ട്രെങ്ത് എന്താണ്? ആർസിഎമ്മിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം. അതിന്റെ പ്രൊഡക്റ്റുകൾ, വൈവിധ്യത, എല്ലാ സെക്ടറുള്ള പ്രൊഡക്റ്റുകൾ ഇഷ്ടം പോലെ, അതിന്റെ കമ്പനിയുടെ അസറ്റ് ആണെങ്കിലും അതിന്റെ നമുക്ക് മാർഗനിർദ്ദേശം തരുന്ന ആളുകൾ, മെന്റേഴ്സ്, അത് നോക്കിയാലും പ്രൊഡക്റ്റുകളുടെ കാറ്റഗറി നോക്കിയാലും ലഭ്യത നോക്കിയാലും എല്ലാം കൊണ്ടും ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും വലിയ രീതി, അതായത് നോക്കിയാൽ ഹെൽത്ത് കെയർ, പേഴ്സണൽ കെയർ, ഹൗസ് ഹോൾഡ്, ഹോം കിച്ചൺ, അഗ്രികൾച്ചർ, ഫുഡ്, ഗ്രോസറി, ഫാഷൻ, ബാഗ് തുടങ്ങി ഏത് കാറ്റഗറിപ്പെട്ട ഉൽപ്പന്നങ്ങളും ലോകോത്തര നിലവാരത്തിൽ നമുക്ക് ലഭ്യമാകുന്നു. എല്ലാം ഇഷ്ടം പോലെ. അപ്പോൾ ഈ ഒരു സാധ്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർസിഎമ്മിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം ഡിപ്പോകൾ, ഔട്ട്ലെറ്റുകൾ, അതുപോലെ ഡിസ്പ്ലേ വാളുകൾ, ഇതൊക്കെ വലിയ രീതിയിൽ ആർസിഎം ജനകീയമാകുന്നതിന് സഹായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ വലിയ രീതിയിൽ വളരും എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിലേക്ക് വരാൻ നമുക്ക് കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. ഇതിന്റെ സാധ്യത അപാരമാണ്. So our strength is our visionary founder TC छावड़ा जी, जो एक बहुत बड़े ऑब्जेक्टिव के साथ में आरसीएम बिजनेस को शुरू किए हैं. सो उतना बड़ा विजन किसी भी आई थिंक किसी भी डायरेक्ट सेलिंग कंपनी के फाउंडर के पास में नहीं है जो टीसी सर के पास में है. और हम हमेशा ये कहते हैं कि किसी कंपनी के पास में प्रोडक्ट कुछ भी हो सकता है, प्लान कुछ भी हो सकता है, लेकिन उनके पास में टीसी छावड़ा नहीं हो सकते हैं, वो सोच नहीं हो सकता है, वो विजन नहीं हो सकता है जो टीसी सर के पास में है. सो इट इज आवर स्ट्रेंथ. Our strength is our marketing, our experience. Our strength is our marketing plan. Our strength is our education system. Yes, sir. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വിഷണറി ഫൗണ്ടർ പ്രിയപ്പെട്ട TCG തന്നെയാണ്. കാരണം മറ്റ് ഏതൊരു ഡയറക്ടറി സെല്ലിംഗിലും അവർക്കൊക്കെ വ്യക്തമായ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക ലക്ഷ്യം മാത്രമാണെങ്കിൽ TCGയുടെ വിഷൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്, വേറിട്ടതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഷണറി ഫൗണ്ടർ ഉള്ളത് തന്നെയാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റേത് തരത്തിലുള്ള നേട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാൾ ഉപരി ഒരു പടി കൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇത് തന്നെയാണ്. ഇത്രയും മഹാനായ TCGയുടെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ
RCM ജനകീയമാകുകയും ജനങ്ങൾക്കത് ജനോപകാരപ്രദമാണ് എന്നുള്ളതുകൊണ്ട് വലിയ രീതിയിൽ വളരുകയും ചെയ്യുന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. RCM ബിസിനസ് തന്നെ എന്തുകൊണ്ട് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ കമ്പനിയുടെ ഒരു പശ്ചാത്തലം നോക്കുക. 10-40 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് 20 വർഷത്തിലധികമായി മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് യുണീക്ക് മാർക്കറ്റിംഗ് പ്ലാൻ മറ്റ് കമ്പനികളുടെ പ്ലാൻ പോലെയല്ല. ഇതിനകത്ത് ഓരോ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു തരത്തിലുള്ള കമ്പാരിസണും ആളുകളായിട്ട് പറയാൻ പറ്റാത്ത രീതിയിൽ, ഒരു തരത്തിലൊരു പിഴവ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ. അതുപോലെ തന്നെ നമ്മുടെ എടുത്തു പറയേണ്ട മറ്റൊരു എന്താണ് UES, യൂണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് സുതാര്യമായിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു ഡെഡിക്കേറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. അത് ഈ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യം നേടിയിട്ടുള്ള സീനിയർ ലീഡേഴ്സ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലും ഉള്ള എന്താ പറയാ അവ്യക്തതയ്ക്ക് ഇടയില്ലാത്ത തരത്തിൽ സുതാര്യമായിട്ട് സത്യസന്ധമായിട്ട് യുണീക്ക്, അതുകൊണ്ടാണ് ആ യൂണിക് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെല്ലാം RCMന്റെ സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് സർ. And we all are lucky that in our UES, Unique Education System, there are two core leaders are from South India, Mr. C.R.N. Murthy and Mr. Sujit Kumar CP, and we are hopeful that very soon many other people will also join this group. നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഈ യൂണിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ കോർ ഗ്രൂപ്പിലേക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് 2 സീനിയർ ലീഡർമാരുണ്ട്. ഒന്ന് CRN മൂർത്തി, മറ്റൊന്ന് സുജിത് സാറുമാണ്. വളരെ വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കോർ ലീഡേഴ്സിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ധാരാളം ലീഡർമാർ ഇനിയും വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. താങ്ക് യു സർ. So हमें क्या करना है, हमें सिस्टम के साथ में काम करना है. ऑलरेडी सीनियर लीडर्स क्रिएट ए सिस्टम फॉर अस, हमें बस उस सिस्टम के साथ में काम करना है. एंड मोस्ट इंपॉर्टेंट पार्ट ऑफ द सिस्टम इज हर महीने किसी ने किसी एक क्लब को लगातार मेंटेन करना. You can do डायमंड क्लब, और you can do सुपर डायमंड क्लब, और you can do स्टार डायमंड और क्राउन क्लब. अगर कोई व्यक्ति बहुत सारी बातें करता है, मैं ऐसा करने वाला हूं, मैं सारे रिकॉर्ड तोड़ने वाला हूं, इंडिया में सबसे बड़ा बिजनेस करने वाला हूं, लेकिन वो अगर डायमंड क्लब नहीं कर रहा है तो मैं उसको बिल्कुल वेटेज नहीं देता हूं, बिल्कुल भाव नहीं देता हूं. एक व्यक्ति कोई बड़ा काम नहीं कर रहा है, लेकिन अगर वो कंसिस्टेंटली किसी न किसी एक क्लब को लगातार कर रहा है तो उसके लिए, मेरे लिए वो बहुत इंपॉर्टेंट है और उसको मैं बहुत इंपॉर्टेंट दृष्टि से देखना चाहता हूं. सो सेम वे, अगर आप चाहते हैं कि आपका अपलाइन आपके ऊपर में ध्यान लेके आए, उसका फोकस आपके ऊपर में आए, वो आप उनको अच्छा खाना खिलाएंगे उससे वो आप पे फोकस नहीं करने वाले हैं. वो सिर्फ एक चीज से फोकस करेंगे. इफ यू आर इन डायमंड क्लब और एनी क्लब और आप उसको मेंटेन कर रहे हैं, अपनी टीम में डायमंड क्लब की संख्या बढ़ा रहे हैं, डेफिनेटली आपके हर अपलाइन का फोकस आपके ऊपर में आएगा. और जब आपके अपलाइन का फोकस आपके ऊपर में आएगा, ऑटोमेटिकली योर बिजनेस विल ग्रो, योर पिन विल बी चेंज. यस सर. അപ്പോ നമുക്ക് വേണ്ടത് സിസ്റ്റത്തിനോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്, വിവിധ സിസ്റ്റം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിൽ പ്രവർത്തിക്കുക. ഏതെങ്കിലും ഒരു ക്ലബിൽ നമ്മൾ അംഗമാകുക. ഡയമണ്ട് ക്ലബോ, സൂപ്പർ ഡയമണ്ട് ക്ലബോ, സ്റ്റാർ ഡയമണ്ട് ക്ലബോ, ക്രൗൺ ഏതാണ്, നമ്മൾ ആ ഒരു ക്ലബിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആള്, അതിന്റെ കൂടെയുള്ള ആളാണ് എന്ന് പറയുമ്പോൾ അവർക്കൊരു മാന്യത, അവർക്ക് കിട്ടുന്ന സ്വീകാര്യത വളരെ വലുതാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, വലിയ ബിസിനസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വലിയ എന്താ പറയാ വീരവാദം അടിക്കുന്ന ആളുകൾ ഒത്തിരി പേര് വരും. എന്നാൽ ഏതെങ്കിലും ഒരു ചെറിയ ക്ലബെങ്കിലും അവർ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അവരെ അത്രയധികം പരിഗണിക്കാറില്ല. എന്നാൽ ഒരു സാധാരണ ഡയറക്ഷനാണെങ്കിലും സ്ഥിരമായി ഏതെങ്കിലും ഒരു ക്ലബ്ബ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് സർ. सो जब से डायमंड क्लब स्टार्ट हुआ है, डे 1 से मैं लगातार डायमंड क्लब को कर रहा हूं. और फ्रॉम दिस ईयर, फ्रॉम जनवरी आई गोट प्रमोशन और मैंने सुपर डायमंड क्लब को करना स्टार्ट कर दिया है. एडवांस न्यूट्रिशन काउंसिल कोर्स को मैंने ज्वाइन किया है. सो सेम वे यू कैन गो अहेड, आप भी अपने लेवल को, एक लेवल को आप ऊपर लेके जाइए. सो सिस्टम के साथ में जब आप काम करेंगे, ऑटोमेटिकली जो वाइटल लेवल्स हैं वो आप अचीव करते हुए चले जाएंगे. ऑटोमेटिकली इट विल हैपन. यस सर. അപ്പോൾ ഡയമണ്ട് ക്ലബ്ബ് തുടങ്ങിയ അന്ന് മുതൽ ഞാൻ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
ഡയമണ്ട് ക്ലബ്ബ് മാത്രമല്ല, ഇപ്പൊ ഈ ക്ലബ്ബുകളിലെ പ്രൊമോഷൻ കൂടുതൽ വന്നപ്പോൾ ഇപ്പോൾ ധാരാളം പ്രൊഡക്റ്റുകളും വെറൈറ്റീസും ഒക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനും എന്റെ ലെവലൊന്ന് അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് ഞാനും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഈ ലെവലുകളെല്ലാം മാറി മാറി വരും. തുടക്കക്കാരെ ആളെ സംബന്ധിച്ച് വൈറ്റൽ ലെവലിൽ നിന്ന് വന്ന് ഇങ്ങനെ റോയൽറ്റിയിലേക്കൊക്കെ വളരെ എളുപ്പത്തിലെത്താൻ ഈ ക്ലബ്ബുകൾ നമ്മളെ സഹായിക്കും. സർ, So, I would like to thanks everyone. आप सबका बहुत बहुत धन्यवाद, आपने मेरी बात को बहुत ध्यान से सुना है. और मैं लास्ट में एक चीज आपको ये कहना चाहता हूँ आप सबको कि यू आर लिविंग इन गॉड्स ओन कंट्री. भगवान के अपने देश में आप रह रहे हैं और भगवान आप पे एक कृपा कर रहा है कि वो हिंदुस्तान की सबसे अच्छी डायरेक्ट सेलिंग कंपनी में वो आपको लेके आया है. सो उसकी कृपा को आप पहचानिए और पहचान के फोकस रह के आप काम कीजिए. हिंदुस्तान की सबसे अच्छी कंपनी के साथ में सबसे अच्छे प्लाइन आपके पास में है और सबसे अच्छे लोगों के बीच में आप रहते हैं. सो सारी चीजें आपके फेवर में है, बस आपको थोड़ा सा एफर्ट्स करना पड़ेगा. मुझे बहुत अच्छा लगा आपसे बातचीत करके. एंड एक बार मूर्ति सर ने आरसीएम बिजनेस के एनिवर्सरी प्रोग्राम में दिल्ली में कहा था, व्हेन केरला का बिजनेस बहुत थोड़ा होता था, साउथ इंडिया का बिजनेस बिल्कुल बहुत कम अचीवर होते थे, तो उस समय उन्होंने कहा था इंडिया के सबसे बड़े मंच से कि एक दिन साउथ इंडिया का बिजनेस नॉर्थ इंडिया से ऊपर होगा. और उस दिशा में हम लोग आगे बढ़ रहे हैं. केरला ने ऑलरेडी उसमें अच्छा काम किया है, बाकी स्टेट अभी उसमें पार्टिसिपेट कर रहे हैं. सो वो जो ड्रीम है मूर्ति सर का, गोपा सर का और सीनियर लीडर्स का, हम सब लोग मिलके उस ड्रीम को पूरा करेंगे. और मैं उस ड्रीम में आपके साथ हूँ पूरी तरह से. मैं नॉर्थ इंडिया का पार्ट नहीं हूँ, मैं साउथ इंडिया का पार्ट हूँ. आई विल प्ले फॉर साउथ इंडिया और हम लोग मिलके नॉर्थ इंडिया के टर्नओवर से बड़ा साउथ इंडिया का टर्नओवर हम करने वाले हैं. Thank you so much. Over to you, Murthy ji. Thank you, sir. സാർ പറഞ്ഞത് നമുക്ക് വലിയൊരു ഭാഗ്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നല്ല ഒരു ഡയറക്ട് സെല്ലിംഗ് സംവിധാനത്തിൽ വരാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തോ ഒരു ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ബിസിനസ് വളരെ നല്ല രീതിയിൽ പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ബിസിനസ് അത്രയൊന്നും, സൗത്ത് ഇന്ത്യയിലെ ബിസിനസ് അത്രയൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സമയത്ത് ഒരു ആനിവേഴ്സറിയിൽ മൂർത്തി സാർ പറയുകയുണ്ടായി, വരും കാലങ്ങളിൽ ബിസിനസ്സിൽ നോർത്ത് ഇന്ത്യയെ നമ്മൾ മറികടക്കുമെന്ന്. ഇന്ന് നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ മറ്റ് സൗത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിനോടൊപ്പം ഉണ്ടാകും. അപ്പോൾ അതിന് കാരണം തീർച്ചയായിട്ടും നമ്മുടെ ഈ എഫക്റ്റീവ് ലീഡർഷിപ്പും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ്. സോ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.